This video is the continuation of vectors used in genetic engineering. Next type of vector is phage vectors. ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസസ് ആണ് ബാക്ടീരിയോഫേജസ്. ഈ ബാക്ടീരിയോഫേജസിനെ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഫേജ് വെക്ടേഴ്സ്. ഫേജ് വെക്ടേഴ്സ് രണ്ട് ടൈപ്സിലുണ്ട്, ലാംഡ ഫേജസ് ആൻഡ് M13 ഫേജസ്. ലാർജ് DNA ഫ്രാഗ്മെന്റ്സിന് ക്ലോൺ ചെയ്യാനായിട്ട് മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് ഫേജ് വെക്ടേഴ്സ് ആണ്. 25 KB വരെയുള്ള DNA ഇൻസേർട്സ് ഫേജ് വെക്ടറിൽ ക്ലോൺ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് പ്ലാസ്മിഡ് വെക്ടറിൽ 10 KBക്ക് താഴെയുള്ള DNA ഫ്രാഗ്മെന്റ്സ് ആണ് ക്ലോൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫേജ് വെക്ടറിന്റെ ഒരു ഡ്രോബാക്ക് ആണ്, ഇതാണ് ഫേജ് വെക്ടറിന്റെ, ഇതാണ് ഒരു ബാക്ടീരിയോ ഫേജിന്റെ പ്രോട്ടീൻ കോട്ട്. ഈ പ്രോട്ടീൻ കോട്ടിന്റെ അകത്താണ് ഇവരുടെ DNA ഇരിക്കുന്നത്. സോ നമ്മൾ ഈ DNAന്റെ അകത്തേക്കാണ് നമ്മൾ എക്സോജീനസ് ആയിട്ടുള്ള നമ്മുടെ ഫോറിൻ DNA ഫ്രാഗ്മെന്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ക്യാപ്സിഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടീൻ കോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ലിമിറ്റ്സ് ദ സൈസ് ഓഫ് ദ എക്സോജീനസ് DNA ഫ്രാഗ്മെന്റ് ദാറ്റ് ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് വിത്ത് ഇറ്റ്. ഈ ഒരു ക്യാപ്സിഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടീൻ കോട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന DNA ഫ്രാഗ്മെന്റിന്റെ സൈസ് എന്ന് പറയുന്നത് അത് ഈ പ്രോട്ടീൻ കോട്ട് ലിമിറ്റ് ചെയ്യും. സോ ഇറ്റ് ഓഫേഴ്സ് ഓൺലി ലിമിറ്റഡ് സ്കോപ്പ് ഫോർ ക്ലോണിങ് ലാർജ് പീസസ് ഓഫ് DNA. ലാർജ് പീസ് ഓഫ് DNA ഒന്നും നമുക്ക് ചിലപ്പോൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ബിക്കോസ് ഓഫ് ദിസ് പ്രോട്ടീൻ കോട്ട്. ഇതാണ് M13 ഫേജ് വെക്ടർ. ഇവരുടെ ക്ലോണിങ് എഫിഷ്യൻസി ഭയങ്കര കുറവാണ്. അതായത് ലോങ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സ് ഇവരിലേക്ക് ക്ലോൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. ലാംഡ ഫേജിന്റെ ജീനോം എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് കോവാലന്റ്ലി ക്ലോസ്ഡ് സർക്കുലർ DNA ഓഫ് നിയർലി 50 KB ഡ്യൂറിങ് ദ റിപ്ലിക്കേഷൻ സ്റ്റേജ്. ഈ ലാംഡ ഫേജിന്റെ ജീനോമിൽ ഇവരുടെ ഹെഡ് പ്രോട്ടീൻസ്, അതേപോലെ ടെയിലിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ്, ദെൻ ഇവരുടെ DNA റിപ്ലിക്കേഷന്, ലൈസിസിനും ലൈസോജനിക്കൊക്കെ വേണ്ടിയിട്ടുള്ള എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻസ്, അവിടേക്ക് വേണ്ട പ്രോട്ടീൻസ് എൻകോഡ് ചെയ്യുന്ന ജീൻസ് ഈ ഇവരുടെ ജീനോമിലുണ്ട്. ഈ ഒരു ഫേജ് DNA ഈ ഒരു ഹെഡിലേക്ക് പാക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എൻഡോന്യൂക്ലിയസ് ഇവരെ ലീനിയറൈസ് ചെയ്യും ബൈ എ സിംഗിൾ കട്ട്. ഈ ഒരു ലീനിയർ DNAന്റെ കൊഹസീവ് എൻഡ്, അതായത് അതിന്റെ എൻഡ് എന്ന് പറയുന്നത് 12 ബേസ് പെയർസ് ലെങ്ത് ആയിരിക്കും ഉണ്ടാവുന്നത്. അതിനെയാണ് കോസ് സൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ ലീനിയർ DNAന്റെ രണ്ട് സൈഡിലും കോസ് സൈഡ്സ് ഉണ്ട്. ഈ കോസ് സൈഡ്സ് റീജോയിൻ ചെയ്തിട്ടാണ് ഒരു DNA സർക്കിൾ ആയിട്ട് മാറുന്നത്. ഈ ലീനിയർ DNAനെ ഐസൊലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെക്ടർ ആക്കി മാറ്റുന്നത്. ഈ ലീനിയർ DNAയിൽ ഈ ബാക്ടീരിയോ ഫേജിന്റെ ജീൻസ് ആണുള്ളത്. അതിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിന് സെലക്റ്റബിൾ മാർക്കേഴ്സും റെസ്ട്രിക്ഷൻ സൈറ്റ്സും ഒക്കെ കൊടുക്കും. എന്നിട്ടാണ് അവർ വെക്ടർ ആയിട്ട് മാറ്റുന്നത്. ദെൻ നമുക്ക് ക്ലോൺ ചെയ്യേണ്ട DNA ഫ്രാഗ്മെന്റും അതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. Then the vector genome is introduced into a host bacterium for cloning. M13 phage means ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള ലൈസോജനിക് ബാക്ടീരിയോഫേജ് ആണ്. അതിന്റെ സെന്ററിലായിട്ട് ഒരു സെൻട്രൽ സർക്കുലർ ആൻഡ് സിംഗിൾ സ്ട്രാൻഡഡ് DNA ഉണ്ടാകും. ദെൻ ഈ DNAനെ എൻക്ലോസ് ചെയ്തിട്ട് ഒരു ക്യാപ്സിഡ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടാകും. ദെൻ ഓരോ എൻഡിൽ ഒരു പ്രോട്ടീൻ ക്യാപ്പ് ഉണ്ടാകും. ഇതിലുള്ള ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് 6407 ന്യൂക്ലിയോടൈഡ്സ്. ദെൻ അവരുടെ ക്യാപ്സിഡ്, അതായത് ഇതിനെ കവർ ചെയ്തിട്ടുള്ള ഈ പ്രോട്ടീൻ കോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് നിയർലി 2700 കോപ്പീസ് ഓഫ് മേജർ കോട്ട് പ്രോട്ടീൻ P8 ആൻഡ് ദ ക്യാപ്പ് അറ്റ് ഈച്ച് എൻഡ്. ഓരോ എൻഡിലും കാണുന്ന ഈ ക്യാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് 5 copies of minor cod proteins. ഈ ഒരു ക്യാപ്പിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ബ്ലണ്ട് എൻഡ് ആയിരിക്കും. ഈ ബ്ലണ്ട് എൻഡ് ഫോം ചെയ്തിരിക്കുന്ന മൈനർ കോഡ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് P9 ആൻഡ് P7 ആണ്. ആൻഡ് അറ്റ് ദ അതർ എൻഡ് ദ ക്യാപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ദ മൈനർ കോഡ് പ്രോട്ടീൻസ് P3 ആൻഡ് P6. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വെക്ടർ ഈസ് കോസ്മിഡ് വെക്ടേഴ്സ്. കോസ്മിഡ് വെക്ടർ ഒരു ഹൈബ്രിഡ് ക്ലോണിംഗ് വെക്ടർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എസ്പെഷ്യലി യൂസ്ഡ് ഫോർ ക്ലോണിംഗ് ലോങ് ഫ്രാഗ്മെന്റ്സ് ഓഫ് യൂക്കാരിയോട്ടിക് DNA. പ്ലാസ്മിഡ് വെക്ടേഴ്സിലേക്ക്
ലാംഡ ഫേജിന്റെ കോസ് സൈറ്റ്സ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വെക്ടേഴ്സ് ആണ് കോസ്മിഡ് വെക്ടേഴ്സ്. അതായത് ഒരു പ്ലാസ്മിഡിന്റെയും ലാംഡയുടെയും ഹൈബ്രിഡ് ആണ് കോസ്മിഡ് വെക്ടേഴ്സ്. സോ കോസ്മിഡ് വെക്ടറിൽ പ്ലാസ്മിഡ് DNA എന്ന് പറയുന്നത് അത് ഫേജ് കോട്ടിൽ പാക്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ദെൻ ഒരു കോസ്മിഡ് വെക്ടറിൽ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ് ഉണ്ടാകും. ദെൻ ഒരു യൂണിക് റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഉണ്ടാകും. ദെൻ സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉണ്ടാകും. അതുകൂടാതെ എക്സ്ട്രാ ഒരു കോസ് സൈറ്റ് കൂടെ പ്രസന്റ് ആയിരിക്കും. ലാംഡ ഫേജ് വെക്ടേഴ്സിനേക്കാളും 2 times ഗ്രേറ്റർ ആയിരിക്കും കോസ്മിഡ് വെക്ടേഴ്സിന്റെ ക്ലോണിംഗ് കപ്പാസിറ്റി. So this high cloning capacity enables them to serve as an ideal system for making gene libraries. Next type of vector ആണ് phagemids or phasmids. These are bifunctional plasmid phage hybrid or chimeric vectors. പ്ലാസ്മിഡ്സിന്റെയും ഫേജസിന്റെയും റിപ്ലിക്കേറ്റീവ് പവേഴ്സ് കൂടിയിട്ടുള്ളതാണ് ഫാസ്മിഡ്സ് അല്ലെങ്കിൽ ഫേജ്മിഡ്സ്. So they can replicate non-lytically as a plasmid or lytically as a phage. ഫേജ് വെക്ടറിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് അതിനൊരു പ്രോട്ടീൻ കോട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട എക്സോജീനസ് DNA സൈസ് അത് ലിമിറ്റ് ചെയ്യും. സോ ഈ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്തിട്ട് വരുന്ന വെക്ടേഴ്സ് ആണ് കോസ്മിഡ്സ് ആൻഡ് ഫാസ്മിഡ് വെക്ടേഴ്സ്. ഫാസ്മിഡ് വെക്ടേഴ്സ് ജീൻ ക്ലോണിങ്ങിന് മാത്രമല്ല യൂസ് ചെയ്യുന്നത്. They are also used for DNA sequencing, expression of mutant proteins from the vector, etc. Next type of vector is artificial chromosomes. യൂക്കാരിയോട്സിന്റെ ചില ജീൻസ് ലാർജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പ്ലാസ്മിഡ് വെക്ടറിലേക്കോ അല്ലെങ്കിൽ ഫേജ് വെക്ടറിലേക്കോ ഹൈബ്രിഡ് വെക്ടേഴ്സിലേക്കോ ഒന്നും ക്ലോൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാനായിട്ട് വരുന്നതാണ് ആർട്ടിഫിഷ്യൽ ക്രോമസോംസ്. ലോങ് DNA ഇൻസേർട്സ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആർട്ടിഫിഷ്യൽ ക്രോമസോംസിൽ. ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ആർ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോമസോംസ് വിത്ത് എ സെൻട്രോമിയർ, സെവറൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കോൺ, large cloning sites and a pair of fused telomeres. Artificial chromosomes in example ആണ് yeast artificial chromosomes or YAC, bacterial artificial chromosomes that is BAC, or mammalian artificial chromosomes MAX, etc. First one yeast artificial chromosomes ആണ് that is YACs. Genetically engineered ആയിട്ടുള്ള mini chromosomes അല്ലെങ്കിൽ linear vectors ആണ് yeast artificial chromosomes. ഈസ്റ്റിന്റെ നാച്ചുറൽ ക്രോമസോം പോലെ തന്നെയാണ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ഇരിക്കുന്നത്. ആൻഡ് പ്ലാസ്മിഡ്സിൽ നിന്നാണ് ഇവർ ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പ് ആയിരിക്കും, കാരണം പ്ലാസ്മിഡ്സും സർക്കുലർ ഷേപ്പ് ആയതുകൊണ്ട്. ദെൻ ഒരു ട്രൂ ക്രോമസോമിന്റെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ആർട്ടിഫിഷ്യൽ ക്രോമസോമിൽ ഉണ്ടാകും. ഒരു ഈസ്റ്റ് സെല്ലിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതെല്ലാനും ഈ ആർട്ടിഫിഷ്യൽ ക്രോമസോമിൽ ഉണ്ടാകും. സോ ഒരു ഈസ്റ്റ് സെല്ലിലേക്ക് നമ്മൾ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ എൻഡോജീനസ് എൻഡോന്യൂക്ലിയസ് കട്ട്സ് അറ്റ് ദ ഫ്യൂസ്ഡ് സെൻട്രോമിയേഴ്സ് ഓഫ് ദ സർക്കുലർ ക്രോമസോം ആൻഡ് മേക്സ് ഇറ്റ് ലീനിയർ. ഇനീഷ്യലി സർക്കുലർ ഷേപ്പിലുള്ള ഈ ആർട്ടിഫിഷ്യൽ ക്രോമസോം നമ്മൾ ഈസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എൻഡോന്യൂക്ലിയസസ് ഒക്കെ വന്ന് ഇതിൻ്റെ എൻസിൽ കട്ട് ചെയ്തിട്ട് ഇതിനെ ലീനിയർ ആക്കി മാറ്റും. അങ്ങനെ സർക്കുലർ ക്രോമസോം എന്ന് പറയുന്നത് ലീനിയർ ക്രോമസോം ആയിട്ട് മാറും. ഒരു ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിൽ എപ്പോഴും ഒരു സെൻട്രോമെറിക് സീക്വൻസ് വേണം. ദെൻ ഒരു ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് സീക്വൻസ് വേണം, ARS. ഈ ARS ആണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആയിട്ട് ഈസ്റ്റ് DNA ഫങ്ഷൻ ചെയ്യുന്നത്. ദെൻ ക്രോമസോമിന്റെ എൻഡിൽ ടീലോമെറിക് സീക്വൻസ് വേണം. ഈ സീക്വൻസസ് ആണ് ആ ഒരു ക്രോമസോമിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതും എക്സോന്യൂക്ലിയസ് എൻസൈം വന്നിട്ട് കട്ട് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രോമസോമിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും. ദെൻ 1 or 2 സെലക്റ്റബിൾ മാർക്കർ ജീൻസ് പ്രസന്റ് ആയിരിക്കണം. ഒരു ലാർജ് ക്ലോണിങ് സൈറ്റ്സും പ്രസന്റ് ആയിരിക്കണം, കാരണം നമ്മളൊരു വലിയ DNA ഫ്രാഗ്മെന്റിനെ ആയിരിക്കും ഈ ഒരു ക്രോമസോമിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ഒരു ലാർജ് ക്ലോണിങ് സൈറ്റ് പ്രസന്റ് ആയിരിക്കണം. 800 KB വരെയുള്ള വെരി ലാർജ് DNA ഇൻസേർട്സ് ആണ് യാക്കിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത്. So they are especially important in the mapping or cloning of large eukaryotic genes and also in the Human Genome Project, which works for mapping, cloning
and sequencing the entire human genome. Next, ഒരു type of artificial chromosome ആണ് bacterial artificial chromosomes, that is BACs. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈക്കോളയിലുള്ള എഫ് പ്ലാസ്മിഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഈക്കോളയിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു 100 KB ഉള്ള ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA ആണ് എഫ് പ്ലാസ്മിഡ്. സിന്തറ്റിക് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പറയുന്നത് 7.5 KB ആണ് ആൻഡ് ഇറ്റ് ഈസ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA സർക്കിൾ. അതിനൊരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്, ദെൻ മൾട്ടിപ്പിൾ ക്ലോണിംഗ് സൈറ്റ്സ് ഉണ്ട്, സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉണ്ട്, ദെൻ എഫ് പ്ലാസ്മിഡ് ജീൻസ് ഉണ്ട്. എഫ് പ്ലാസ്മിഡ് ജീൻസ് ആണ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോംസിന്റെ റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഫോർ ദ സെഗ്രിഗേഷൻ ഓഫ് ദ റെപ്ലിക്കേറ്റഡ് ബാക്ടീരിയൽ ക്രോമസോം ഇൻ ടു ദ ഡോട്ടർ ഈക്കോളൈ സെൽസ്. അപ് ടു 300 kilobytes വരെയുള്ള ലാർജ് DNA ഇൻസേർട്സ് ആണ് ഈ ഒരു ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോംസിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒരു പ്ലാസ്മിഡ് വെക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമിലേക്ക് ഒരു DNA ക്ലോൺ ചെയ്യുന്നത്. ആദ്യം ഈ വെക്ടറിനെ എടുത്തിട്ട് ലീനിയറൈസ് ചെയ്യും, അതായത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ ഹെൽപ്പോട് കൂടി അവരുടെ സൈറ്റ്സിൽ വന്ന് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സർക്കുലർ വെക്ടർ എന്ന് പറയുന്നത് ലീനിയറൈസ്ഡ് ആകും. ഇതിന് അതിനെ ഫോസ്ഫേറ്റേസ് വെച്ച് ട്രീറ്റ് ചെയ്യും. ഫൈനലി നമുക്ക് വേണ്ട DNA ഫ്രാഗ്മെന്റ് ഇതിലേക്ക് ലിഗേറ്റ് ചെയ്യും. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് artificial chromosomes as vector. Next type of vector is shuttle vectors. Shuttle vectors bifunctional അല്ലെങ്കിൽ multifunctional ആയിട്ടുള്ള ക്ലോണിംഗ് വെക്ടേഴ്സ് ആണ്. 2 or more different സ്പീഷീസിൽ ഇവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗാനിസിൽ നിന്ന് വേറൊരു ഓർഗാനിസത്തിലേക്ക് ഇവർക്ക് ജീൻസിനെ ഷട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കും. So shuttle vectors are the bifunctional cloning vectors which can replicate autonomously in 2 or more different species of organisms and thus can be used to shuttle genes from one organism to another. Phage DNAയും plasmid DNAയും viral DNAയും കമ്പൈൻ ചെയ്തിട്ടാണ് ഷട്ടിൽ വെക്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഇത്രയും DNAs കമ്പൈൻ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഹോസ്റ്റിൽ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ്സ് ഈ ഒരു വെക്ടറിൽ ഉണ്ടാകും. സോ ദിസ് ഷട്ടിൽ വെക്ടേഴ്സ് ക്യാൻ റെപ്ലിക്കേറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ക്രോമസോമൽ DNA ഓഫ് ദ ഹോസ്റ്റ് സെൽ. ദിസ് ഇസ് ഓൾ അബൌട്ട് ദ വെക്ടേഴ്സ് യൂസ്ഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്.